വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, പ്രീതി ഗർഭിണിയാണ് എന്നുള്ള കാര്യം പ്രീതിയോട് ഡോക്ടർ ഹെലൻ പറയുന്നില്ല. കാരണം ശാലിനി പറഞ്ഞിരുന്നല്ലോ അത് പറയണ്ടെന്ന്. തുടർന്ന് ശാലിനിയോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാം, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ആശ്വസിക്കുകയാണ് ഡോക്ടർ. തുടർന്ന് പ്രീതിയോട് പറയുന്നുണ്ട്, പ്രീതിക്ക് ഇനിയും ഒരു അമ്മയാകാനായിട്ട് സാധിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല, വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കഴിക്കണം, പൊയ്ക്കോളൂ. ശാലിനിയോട് എന്നെ വന്നൊന്ന് കാണാനായിട്ട് ഹെലൻ അറിയിക്കുകയാണ്. തുടർന്ന് പ്രീതി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ശാലിനി എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം അയാൾ ഇതുവരെ കണ്ടില്ല, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. എന്നാൽ നമുക്ക് അയാൾ പോകണമെന്ന് പറഞ്ഞ് 6-ാം വാർഡിലേക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് പ്രീതിയും വിഷ്ണുവും കൂടി അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. ഇതേസമയം ആക്സിഡൻ്റ് കേസ് എന്തായി എന്നറിയാനായിട്ട് ഡോക്ടർ ഹെലൻ മറ്റേ ആ വാർഡിലേക്ക് വരികയാണ്. അന്നേരം ശാലിനിയെ കണ്ട് ശാലിനിയൊന്നും പറഞ്ഞ് അന്തം വിടുകയാണ് ഡോക്ടർ. തുടർന്ന് മറ്റേ ഡോക്ടർ പറയുന്നുണ്ട്, താങ്ക് ഗോഡ്, അപ്പോൾ പേഷ്യൻറ്റിനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചല്ലോ, ആരെ വിവരം അറിയിക്കും എന്നുള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ, ഇപ്പോൾ സമാധാനമായി എന്ന് ഡോക്ടർ പറയുകയാണ്. തുടർന്ന് ഡോക്ടർ ഹെലൻ പുറത്തേക്ക് എത്തുമ്പോൾ പ്രീതിയും വിഷ്ണുവും അവിടെ നിൽപ്പുണ്ട്. തുടർന്ന് ശാലിനി ഇവിടെ തന്നെ ഉണ്ട്, അല്പം സീരിയസ് ആണ് എന്ന് പറയുകയാണ്. അന്നേരം ആകെ അങ്ങ് അന്തം വിടും, എന്താ പറഞ്ഞതെന്ന് വിഷ്ണു അങ്ങ് ആകെ ഭയപ്പെട്ട് ചോദിക്കുകയാണ്. എൻ്റെ കൂടെ വരൂ എന്നും പറഞ്ഞ് ഡോക്ടർ അവർ രണ്ടുപേരെയും ശാലിനിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അന്നേരം ശാലിനി അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ആകെ നിയന്ത്രണം വിടുകയാണ് വിഷ്ണുവിന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, ഞാനിപ്പോൾ ബ്ലഡ് കൊടുത്തത് ശാലിനിക്കാണോ എന്ന് കരഞ്ഞുകൊണ്ട് ഡോക്ടറോട് വിഷ്ണു ചോദിക്കുകയാണ്. അതെ, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അറിഞ്ഞില്ല, ശാലിനിക്ക് എങ്ങനെയുണ്ട്, സീരിയസ് ആണെന്ന് മാത്രം പറയല്ലേ, കിടക്കുന്നത് എൻ്റെ പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് പൊട്ടിക്കരയുകയാണ് വിഷ്ണു. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, നമ്മുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഓക്കെ ആകും, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങ് കരയുന്നുണ്ട് വിഷ്ണു. അന്നേരം ഇങ്ങനെ ഇമോഷണൽ ആകല്ലേ എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് വിഷ്ണുവിനോട്. തുടർന്ന് വിഷ്ണു വാ പുറത്തേക്ക് നിൽക്കാമെന്ന് ഹെലൻ പറയുമ്പോൾ ഇല്ല എന്നങ്ങ് ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് കട്ടിലിന് താഴെ ശാലിനി ഇരുന്നിട്ട് ശാലിനിയുടെ മുഖമൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എടോ, ഇയാളെ ഇങ്ങനെ അവസ്ഥയിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കില്ല, എനിക്കിത് താങ്ങാനേ പറ്റുന്നില്ല, ഇയാളില്ലെങ്കിൽ പിന്നെ ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകുന്നുണ്ട് വിഷ്ണുവിൻ്റെ. ഇത് കണ്ട് കൂടി നിന്ന് ഡോക്ടർക്ക് വരെ സങ്കടമാകുകയാണ്. പ്രീതി ഏട്ടാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെ ശാലിനി എന്നും പറഞ്ഞിരുന്നങ്ങ് കരയുകയാണ് വിഷ്ണു. തുടർന്ന് വീണ്ടും വിഷ്ണു ശാലിനി എഴുന്നേൽക്ക്, വിഷ്ണുവേട്ടനാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിളിക്കുന്നുണ്ട്. സാധനം ശാലിനിക്ക് ബോധം വീഴുന്നില്ല എന്ന് മനസ്സിലാകുന്ന വിഷ്ണു കണ്ണൊക്കെ അങ്ങ് കൈകൊണ്ടിങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ്. ഇതേസമയം ബോധം കെട്ട് കിടക്കുന്ന ശാലിനിയുടെ ഒരു കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട്. തുടർന്ന് പതിയെ ശാലിനി കണ്ണ് തുറക്കുകയാണ്. അത് വിഷ്ണു കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഡോക്ടർക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ശാലിനി ആദ്യം കണ്ണ് തുറന്ന് വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ഡോക്ടറും പറയുന്നുണ്ട്, താങ്ക് ഗോഡ്, ബോധം വീണല്ലോ, ഇനിയൊന്നും പേടിക്കാനില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് തനിക്ക് എന്താടോ പറ്റിയതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ആ ആക്സിഡൻറ്റിനെ പറ്റി ശാലിനി ഓർക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുകയാണ്. സമയം എത്രയായി എന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, സമയമൊക്കെ കുറേ ആയി, ടെസ്റ്റുകളൊക്കെ നടത്തി, ഇനി ഇവിടെ അല്പം വിശ്രമിച്ചിട്ട് പോകാമെന്ന്. അന്നേരവും സമയം എത്ര ആയി എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. തുടർന്ന് അടുത്തുനിന്ന് നഴ്സിൻ്റെ കയ്യിൽ വാച്ച് പിടിച്ച് നോക്കിയിട്ടു, അയ്യോ നമുക്ക് ഉടനെ പോകണം, വസുമതി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ബെഡിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. അന്നേരം പതുക്കെ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അത്യാവശ്യപ്പെട്ട് താനിത് എങ്ങോട്ടാണ്, എന്തിനാണ് അവിടെ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇത് പ്രീതിയുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. കൃത്യം 11:50 വിഷ്ണുവേട്ടൻ്റെ നിശ്ചയമാണ്, വിഷ്ണുവേട്ടനിലെ അർജുനേട്ടൻ്റെ നിശ്ചയമാണ് എന്ന് ശാലിനി പറയുമ്പോൾ ആകെ ഷോക്കാവുകയാണ് പ്രീതിയും വിഷ്ണുവും കൂടി. വാ പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് വെപ്രാളം കൂട്ടുകയാണ്. അന്നേരം ശാലിനിയെ തടഞ്ഞ് പ്രീതി പറയുന്നുണ്ട്, വേണ്ട ശാലിനി, ഇനിയിപ്പോൾ പോയിട്ട് എന്തിനാണ്, ആ ആലോചന നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മളവിടെ കയറി ചെന്നതല്ലേ, നമ്മൾ തടഞ്ഞാലും അനുവദിച്ചാലും ഇല്ലെങ്കിലും അവർ നിശ്ചയം നടത്തും, അവർ അർജുനയുടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, പ്രീതിയുടെ ജീവിതത്തിലെ കഴിഞ്ഞു പോയൊരു സ്വപ്നമായിട്ട് കരുതിക്കോളാം, ഞാനിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം എന്നും പറഞ്ഞ് പ്രീതി അങ്ങ് കരഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ഡോക്ടർ ഹെലൻ ചോദിക്കുകയാണ്, പ്രീതിയുടെ ഹസ്ബൻഡ് അർജുൻ്റെ പുനർവാഹത്തെ പറ്റി ാണോ പറയുന്നത്, എങ്കിൽ പിന്നെ അത് തടയാനായിട്ട് തക്കതായൊരു കാരണം തന്നെ ഉണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ ടെസ്റ്റ് റിസൾട്ട് എന്തായി എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ടെസ്റ്റ് റിസൾട്ട് എല്ലാം ഓക്കെയാണ്, ഇനി ആ രഹസ്യം എല്ലാവരോടും ശാലിനിക്ക് പറയാമെന്ന് പറഞ്ഞ അനുവാദം ഡോക്ടർ കൊടുക്കുകയാണ് ശാലിനിക്ക്.
തുടർന്ന് ശാലിനി പ്രീതിയോട് അത് പറയുന്നുണ്ട്. നിന്റെ വയറ്റിൽ ഇപ്പോഴും ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. അന്നേരം അതെങ്ങനെ എന്ന് പ്രീതി ചോദിക്കുകയാണ്. അന്നേരം ഉണ്ടായിരുന്നത് ഇരട്ട കുഞ്ഞുങ്ങളാണ്. അതിലൊരു കുഞ്ഞ് മാത്രമേ അബോർഷനായി പോയുള്ളൂ. രണ്ടാമത്തെ കുഞ്ഞിന് ഭക്ഷ്യവിഷബാധയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാനാണ് നമ്മളിവിടെ ഇന്ന് ടെസ്റ്റ് നടത്തിയത്. അതിലെല്ലാം ഓക്കെ ആണെന്ന് അറിയിക്കുമ്പോൾ തൻ്റെ വയറിലേക്ക് കൈവച്ച് അങ്ങ് സ്നേഹവാത്സല്യത്തോടു കൂടി നിൽക്കുകയാണ് പ്രീതി. തുടർന്ന് ഇതൊക്കെ എങ്ങനെ എപ്പോൾ എന്നൊക്കെ വിഷ്ണു തിരക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അന്ന് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട ശേഷം പ്രീതി ബോധം കെട്ട് വീണില്ലേ, അന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഇന്ന് അത് റിസൾട്ട് എല്ലാം കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത് എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിക്കുന്നുണ്ട്. അതേസമയം പക്ഷേ ഇതൊന്നും കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതായി പോയില്ലേ എന്ന് പ്രീതി ചോദിക്കുകയാണ്. തുടർന്ന് എന്തായാലും നമുക്ക് അർജുനെ വിവരം അറിയിക്കാം, അർജുൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് വിഷ്ണു പറഞ്ഞ് പ്രീതിയെ വിളിക്കുകയാണ്. അന്നേരം ഞാനും വരാം എന്ന് പറഞ്ഞ് ശാലിനിയും അങ്ങ് പുറപ്പെടുകയാണ്. അന്നേരം ഈ കണ്ടീഷനിൽ നിന്നെ ഇവിടെ നിന്ന് പുറത്തു വിടാനാകില്ല എന്ന് ഹെലൻ പറയുമ്പോൾ, നിനക്ക് പ്രീതി എനിക്ക് ആരാണെന്ന് അറിയാമല്ലോ, എൻ്റെ ജീവനേക്കാളും വിലപ്പെട്ടതാണ് പ്രീതിയുടെ ജീവിതം, ഒരു ഡോക്ടറായിട്ടല്ല ഫ്രണ്ടായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, പ്ലീസ് എന്നും പറഞ്ഞ് ശാലിനി കെഞ്ചുമ്പോൾ, ശരി പോയിട്ട് വാ, പക്ഷേ അധികം സ്ട്രെയിൻ എടുക്കരുത്, തിരിച്ചു വന്ന് എന്നെ കൺസൾട്ട് ചെയ്യുകയും വേണം എന്ന് പറയുമ്പോൾ അതൊക്കെ സമ്മതിച്ച് ശാലിനിയും വിഷ്ണുവും പ്രീതിയും കൂടി അർജുൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്നും അങ്ങ് പുറപ്പെടുകയാണ്. തുടർന്ന് കാണിക്കുന്നത് അടച്ചിട്ട കുടുംബശ്രീ ഹോട്ടലിനകത്ത് ആകെ ഇരുന്നങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ് ശാരദാമ്മ. അതേസമയം പുറകിലത്തെ വാതിൽ കൂടി രാജിയുടെ കൈയും പിടിച്ച് ശാന്ത വരുന്നുണ്ട്. നേരം ശാരദാമ്മ അങ്ങ് മുഖം തിരിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ ഹോട്ടൽ തുറക്കണമെന്ന് പറയാൻ വേണ്ടി വന്നതല്ല, ഈ പണം തിരികെ തരാനാണ് വന്നത് എന്ന് പറഞ്ഞ് അന്ന് ശാരദാമ്മ എടുത്തു കൊടുത്ത പൈസ ശാരദാമ്മയുടെ നേരെ നീട്ടുകയാണ് ശാന്ത. എന്നിട്ട് പറയുകയാണ്, തൊഴിലുറപ്പിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒഴിവ് കിട്ടുമ്പോൾ അവർ വിളിക്കും, പിന്നെ ഈ പൈസയിൽ ഇതിൽ നിന്നും 1 രൂപ ഞങ്ങൾ എടുത്തിട്ടില്ല, ശാരദാമ്മ ഞങ്ങളെ മക്കളെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ ഒരു നിമിഷം കൊണ്ട് ഞങ്ങളെ അങ്ങ് ജോലിക്കാരാക്കി മാറ്റിയില്ലേ, എൻ്റെ കുട്ടി ഒഴിഞ്ഞ വയറുമായിട്ടാണെന്ന് സ്കൂളിലേക്ക് പോയത്, പക്ഷേ ഇതിൽ നിന്നും 1 രൂപ എടുത്ത് എനിക്ക് ആ കുട്ടിക്ക് ആഹാരം വാങ്ങിച്ച് കൊടുക്കാമായിരുന്നു, പക്ഷേ അത് ഞാൻ എടുത്തില്ല, അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ, ഇത് ശാരദാമ്മ തിരികെ വാങ്ങണം എന്ന് പറഞ്ഞങ്ങ് നീട്ടുകയാണ്. അപ്പോഴത്തേക്കും ശാരദാമ്മ വാങ്ങിക്കുന്നില്ല. തുടർന്ന് ശാന്ത പൈസ കൊണ്ടുപോയി ദൈവത്തിൻ്റെ പടങ്ങളിരിക്കുന്ന ആ പടങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ശാരദാമ്മയിൽ നിന്ന് ഞങ്ങളിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് ശാന്ത അങ്ങ് മുന്നോട്ട് കിടക്കുകയാണ്. തുടർന്ന് പോട്ടേന്നും പറഞ്ഞ് രാജി വീണ്ടും അവിടെ തന്നെ നിൽക്കുമ്പോൾ, ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് രാജിയെ വിളിച്ചുകൊണ്ട് രാജിയുടെ കൈയും പിടിച്ച് ശാന്ത കുടുംബശ്രീ ഹോട്ടലിൽ നിന്നങ്ങ് ഇറങ്ങി പോവുകയാണ്. ഇതേസമയം അർജുൻ്റെ വീട്ടിൽ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു, മുഹൂർത്തമാകാറായി. അർജുനോട് വസുമതി അങ്ങോട്ടത്തേക്ക് ഇരിക്കാനായിട്ട് പറയുകയാണ്. ഈ കറക്റ്റ് സമയത്ത് തന്നെ വിഷ്ണുവും ശാലിനിയും പ്രീതിയും കൂടി എത്തുന്നുണ്ട്. അർജുനോട് വസുമതി ഇരിക്കാനായിട്ട് പറയുമ്പോൾ തന്നെ നിർത്ത് എന്ന് പറഞ്ഞ് അവിടേക്ക് വരികയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിനെ കൊണ്ടൊന്ന് പകച്ചു നോക്കുകയാണ് വസുമതി. തുടർന്ന് ശാലിനിയും പ്രീതിയെയും കൂട്ടി അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് എല്ലാവരും അവരെ തന്നെ അങ്ങ് നോക്കി നിൽക്കുകയാണ്, എന്താണ് കാര്യമെന്നറിയാതെ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.